السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. റിയാദു സ്വാലിഹിൻ 46-ാമത്തെ ബാബ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ തൃപ്തികരനായി മുഅ്മിനീങ്ങളുള്ള പരസ്പരമുള്ള സ്നേഹം പിരിസപ്പെട അല്ലെ, പിണറാലെ സ്നേഹിക്കുക, പിണറാലെ ഇഷ്ടപ്പെട്ട്, പിണറാലെ മുഹിബായി വെച്ചോണ്ട്, അതായത് ക്ലോസ് ഫ്രണ്ട് ആയിട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാവുക എന്നുള്ളത് അത് അവന്റെ ഈമാനിലും തഖ്വയിലും സഹായിക്കുന്നത് മാത്രമല്ല, അത്തരം ആളുമാർക്ക് വലിയ സ്ഥാനമുണ്ട്, അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നതൊക്കെ 2-3 ഹദീസുകളിൽ നിന്ന് നമ്മൾ വിശദീകരിച്ചിട്ടേത്. ഇന്നിപ്പം 378-ാമത്തെ ഹദീസ് വിവരിക്കോ പോണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ട് ഈ പിർസാൻ ചൊല്ലത് ഞങ്ങൾ സ്വയം ഉണ്ടാക്കുന്നതല്ലോ, ഞങ്ങൾ അത് ഉണ്ടാക്കുന്നത് ഞങ്ങളെ അധികാരത്തെ വ്യാപ്തിയിൽപ്പെട്ട ഒന്നല്ലല്ലോ, പിന്നെ എങ്ങനെ ഞങ്ങൾ ഇതാക്കുക എന്നുള്ളത് അല്ല. ചില കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കുക ആവാത്ത എനിക്ക് തോന്നുന്നു, അതങ്ങനെ ആയിപ്പോണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിലെങ്ങനെ ഞങ്ങൾ ഈ സ്നേഹം ചൊല്ലത്, പിർസാൻ ചൊല്ലത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പഠിപ്പാട്ടി തന്നെ, അത് ചെയ്തെങ്കിൽ നിങ്ങളുടെ ഇടയിൽ മഹബത്തുകൾ ഉണ്ടാവും, സ്നേഹം വർദ്ധിപ്പിക്കുക. എന്തായിട്ടിക്കുന്നത്? അത് മുഅ്മിനായ മനുഷ്യരെ കാണുമ്പോൾ സലാം ചൊല്ലുക എന്നുള്ളത്. അപ്പൊ സലാം ഞങ്ങൾ കാണുമ്പോഴത്തും സലാം വർദ്ധിപ്പിക്കുമ്പോഴത്തും സ്നേഹം കൂടുതൽ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ട്. 378-ാമത്തെ ഹദീസ്. വഅൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നിട്ട് വല്ലദീ നഫ്സി ബിയദി, ഒരു അല്ലാഹുടെ തന്നെയായിട്ട് സത്യം, അവന്റെ കയ്യിലായിട്ട് എന്റെ നിയന്ത്രണം. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ യഥാർത്ഥ ഈമാനുള്ളങ്ങാവുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. ലാ തദ്ഖുലുൽ ജന്നത, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനാകുന്നത് വരെ. അപ്പൊ പരിപൂർണമായ ഒരു മുഅ്മിനാവും. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവില്ല എവർത്തോളോ നിങ്ങൾ പരസ്പരം സ്നേഹം ഇഷ്ടത്തിലിരിക്കോളോ, പരസ്പരം മഹബ്ബത്തിലിരിക്കോളോ. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പഠിപ്പാട്ടിത്തണ്ട, നിങ്ങൾ അത് ചെയ്തേൻ കണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ മഹബ്ബത്ത് ഉണ്ടാവണം. എന്തായിട്ട് കാര്യം? അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ സലാമുടെ നിങ്ങൾ അധികരിപ്പിക്കുക എന്നോ. റവാഹു മുസ്ലിം. അപ്പൊ സലാം ചൊല്ലേണ്ട ആളുമാർക്ക് നമ്മൾ എന്താക്കണം? സലാം ചൊല്ലണം. സലാം കൂടുതലാക്കുകയെന്നെങ്കിൽ ഭർത്താർക്ക് അസ്സലാമു അലൈക്കും ചെന്ന പിന്നർക്ക് അസ്സലാമു അപ്പൊ ചൊന്നോണ്ടിരിക്കില്ലല്ലോ. ആ ചൊല്ല, അതായത് ഓർക്ക് സലാം ചൊന്നെങ്കിൽ പിന്നർക്ക് അപ്പം ചൊല്ലരുത്. പിന്നർക്ക് എന്തെങ്കിലും ഞങ്ങൾ മറഞ്ഞാണ് കണ്ടെങ്കിൽ രണ്ടാൾ വേറെ ആയത്, ഓൻ വേറെ പോയിട്ട് വന്ന, അല്ലെങ്കിൽ ഓൻ വേറെ റൂമിൽ പിന്നർക്ക് വന്ന, അപ്പൊ ഞങ്ങൾക്കെല്ലാം സലാം ചൊല്ലോ സുന്നത്തുണ്ട്. എന്നല്ലാണ്ട് ഒരു സലാമിനെ ചുമ റിപ്പീറ്റ് ആക്കുകയില്ല. പാട്ട കണ്ട് അസ്സലാമു അലൈക്കും ചെന്ന്, ഇപ്പുറക്കെ കണ്ട് അസ്സലാമു അലൈക്കും ചെന്ന്, അങ്ങനെ സലാം അധികരിപ്പിക്കണം എന്നുള്ളത്. 4 കൊടുക്കുക എന്നല്ല, അല്ലെ? എന്നല്ലാണ്ട് ഒരേ സലാമുടെ ഒരേ ടൈമിൽ തന്നെ ആവർത്തിക്കുക, അതുമല്ല. അങ്ങനെ ചൊന്നോണ്ടിരിക്കുകയുള്ളൊന്നല്ല. 379 വൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് അന്നൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റജുലൻ സാറ അഖല്ലഹു. ഇത് ഞങ്ങൾ 361-ാമത്തെ ഹദീസിൽ വിശദീകരിച്ച അതേ ഹദീസ് തന്നെ ഏറ്റിക്കണ്. ഒരാൾ അവന്റെ സഹോദരന്റെ സന്ദർശിക്കുന്നത് ഫീ ഖറിയത്തിൻ ഉഖ്റ, വേറൊരു റായത്തുള്ള സഹോദരനെ സന്ദർശിക്കുകയാണ്. ഫഅർസലല്ലാഹു അലാ മദ്റജതിഹി ഫഅർസലല്ലാഹു ലഹു അലാ മദ്റജതിഹി മലക്കൻ, ഓൺ പോണ്ട തെരുൾ അല്ലാഹു ഒരു മലക്കിനെ നിയമിക്കുക. വദക്കറൽ ഹദീസ ഇലാ ഖൗലിഹി, അത് ആ ഹദീസിലെ ബാക്കിയായിട്ടിരിക്കുന്നത് അതിലെ ഇന്നല്ലാഹു ഖദ് അഹബ്ബക കമാ അഹ്ബബ്തഹു ഫീഹി. ആ മലക്ക് പാതി തെരലിണ്ടിട്ട് ഇവിടെ പോണ്ടേ? അപ്പൊ ഇന്നുള്ള സഹോദരൻ എന്തിനേക്ക് പോണ്ടേ? നീ എന്തെങ്കിലും ആവശ്യം ഇല്ല, പിന്നെ നാനവിടെ ഒരു മുഹിബ്, നാനവിടെ ഇഷ്ടപ്പെട്ടവൻ, അങ്ങനെ ഞങ്ങൾ പോണ്ടേ? അപ്പൊ ആ മലക്ക് ചൊല്ല്, നീ അള്ളാഹുക്ക് വേണ്ടിയല്ലേ ആ മനുഷ്യരെ സ്നേഹിച്ചത്, എന്നാ അള്ളാഹു തആല നിന്റെ അതേപോലെ സ്നേഹിക്കുക. ഇന്നല്ലാഹു ഖദ് അഹബ്ബക കമാ അഹ്ബബ്തഹു ഫീഹി, അള്ളാഹുടെ പ്രതിഫലം ആഗ്രഹിച്ച് നീ അവന്റെ സ്നേഹിച്ചില്ലേ, അതേപോലെ അള്ളാഹു നിന്റെ സ്നേഹിക്കുക എന്നുള്ളത്. റവാഹു മുസ്ലിം. വഖദ് സബഖ ബിൽ ബാബി ഖബ്ലഹു, അതാ 3-ാമത്തെ ബാബിൽ ഇത് വിശദീകരിച്ചത്. അപ്പോ
പിന്നറാലെ മഹബത്ത് വെച്ചും കിട്ടുക ലാഭമായിട്ട് ചെന്നത് അള്ളാഹുനിന്റെ മഹബത്ത് വെക്കുക എന്നുള്ളത്. ഈയൊരു ഹദീസ് നോക്കൂ. വാനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുമ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഫിൽ അൻസാർ. അൻസാരിയായ സ്വഹാബാക്കളെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നത് വലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ. അൻസാരിയായ സ്വഹാബാക്കളെ മുഅ്മിൻ അല്ലാണ്ട് ഇഷ്ടപ്പെടാല. മുഅ്മിൻ അതായത് ഈമാനുണ്ടോ ഓന അൻസാരിയായ സ്വഹാബാക്കളെ ഇഷ്ടപ്പെടും. വലാ യുബ്ഗിദുഹും അവരോട് ദേഷ്യപ്പെടൂല ഇല്ലാ മുനാഫിഖുൻ മുനാഫിഖല്ലാതെ. അൻസാരികളൊട്ടി കുറെ ആൾക്ക് അർസണെങ്കിൽ അവന്റെ കൽബിൽ ഈമാനില്ല നിഫാഖ് ഉണ്ട് മനസ്സിലാക്കുക. മൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്. അൻസാരികളെ ആര് ഇഷ്ടപ്പെട്ടാറോ അങ്ങനെ അള്ളാഹ് ഇഷ്ടപ്പെട്ട. വമൻ അബ്ഗദഹും അബ്ഗദഹുല്ലാഹ്. അങ്ങനെ ആര് ദേഷ്യപ്പെട്ടാറോ അങ്ങോട്ട് അള്ളാഹുടെ ദേഷ്യവുമുണ്ട്. മുത്തഫഖുൻ. അപ്പോൾ നബിയുടെ സ്വഹാബാക്കൾ എല്ലാവരും വലിയ സ്ഥാനത്ത് അങ്ങ് മനസ്സിലാക്കണം. അമ്പിയാക്കന്മാർ കുട്ടിങ്കിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് പദവിയിലിക്കലായിട്ട് നബിയുടെ സ്വഹാബാക്കൾ. ആ സ്വഹാബാക്കളെ കൂട്ടത്തിൽ അൻസാരികളും ചെന്ന് മദീനക്കാരായ സ്വഹാബാക്കളായിട്ട് അങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണ കൊടുത്താണ്. നബിനെ മദീനത്ത് വിളിപ്പാട്ടിയാണ്. അങ്ങ് അക കലകെട്ടുള്ള ജാഗ കൊടുത്തത്. അങ്ങ് പെൺമക്കളെ മങ്ങലാക്കി കൊടുത്തത്. എല്ലാ വ്യവസ്ഥയും അങ്ങ് ഉണ്ടാക്കി കൊടുത്ത പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്തിടീക്ക് എത്തുക ഒരു കാരണക്കാരായിട്ട് മദീനക്കാരായ സ്വഹാബികൾ. അതുകൊണ്ട് അൻസാറുകളെ നബി വല്ലാത്ത സ്നേഹിച്ചത്. മുഹാജിറുകളെ സ്നേഹിച്ചത് അതാ മുഹാജിറുകളുണ്ട്. മദീനത്തുക്ക് മക്കത്തിൽ നിന്ന് ഹിജറ വന്നെങ്കിൽ മുഹാജിറുകൾ ചൊല്ല. അപ്പൊ അൻസാരിയായ സ്വഹാബാക്കൾ അങ്ങനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാന്റെ ഭാഗം. അങ്ങോട്ടൊക്കെ പിരിസയില്ല, അവന്റെ കൽബിൽ ഈമാനില്ല, നിഫാഖുണ്ട്. റളിയല്ലാഹു തആല അൻഹും. വലിയ ഭാഗ്യം കിട്ടാനായിട്ടാണ്. അപ്പൊ അങ്ങോട്ടുള്ള മഹബത്ര ശ്രേഷ്ഠതായിട്ട് ചെന്നത്. അതാ 381 ഹദീസ്. വഅൻ മുആദ് റളിയല്ലാഹു അൻഹു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്നത് ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി തങ്ങൾ ചൊല്ലതായിട്ട് ഞാൻ കേട്ടത്. മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ല ഖാലല്ലാഹു അസ്സ വജല്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ചൊന്ന അൽ മുതഹാബ്ബൂന ഫീ ജലാലി. നന്റെ ജലാൽ നന്റെ തൃപ്തി ആഗ്രഹിച്ച് നന്റെ ശിക്ഷനെ പേടിച്ച് പരസ്പരം സ്നേഹത്തിലോട് കൂടിയങ്ങ പിരിസത്തിലോട് കൂടെ ഉഗട്ടിലുള്ള ആളുമാർ. ലഹും മനാബിറും മിന്നു. അങ്ക് പ്രകാശത്തിനാലുള്ള മിമ്പറുകളുണ്ട്. അങ്ക് ഏതിൻ്റെ അങ്ക് പ്രകാശത്തിനാലുള്ളതായ മിമ്പറുകൾ, ദൈക്കുള്ളതായ അങ്ക് സിംഹാസനം. യഗ്ബിതുഹുൻ നബിയ്യൂന വശുഹദാ. അമ്പിയാക്കളും ശുഹദാക്കളും ഒക്കെ ആഗ്രഹിച്ചു പോറ അങ്ങനത്തെ അത്ര വലിയ സ്ഥാനം കൊടുക്കേ. എന്നാൽ അമ്പിയാക്കന്മാരെ ശുഹദാക്കളെക്കാളും മേലുണ്ടല്ല അങ്കിട്ട് ആ പദവിയിൽ ഇങ്ങനെ കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടാത്ത ഞങ്ങൾ പോലും ആഗ്രഹിച്ചു പോകേണ്ടത്. അത് അങ്ങക്ക് അതിനേക്കാൾ വലിയ പദവി ഏറ്റിക്കുന്നത്. ഒരിക്കലും ആ സ്ഥാനത്ത് ഞങ്ങൾക്ക് എത്തകമല്ല അമ്പിയാക്കന്മാരെയോ ശുഹദാക്കളെയോ സ്ഥാനം എന്നുള്ളത്. അത് വലിയ തന്നെ. എന്നാൽ അങ്ങ് വരെ കൊതിച്ചു കൊണ്ടേക്കത്തെ ഒരു എന്തായാലും സിംഹാസനായിട്ട് ഞങ്ങൾക്ക് കൊടുക്കുക. ആർക്ക്? പരസ്പരം സ്നേഹത്തോടു കൂടെ കൂടിയങ്ങ എന്നുള്ളത് അല്ലെ. ഇപ്പൊ ഇതിൽ നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചതായിട്ട് ഇതേ ഹദീസ് വന്നത്. പക്ഷെ അവിടെ ലഹും മനാബിറും മിൻ നൂറിൻ യഗ്ബിതുഹുൻ നബിയ്യൂന വശുഹദാ എന്നുള്ളതില്ല. അവിടെ ഉള്ളത് അൽയൗമ ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി. അത് ഖിയാമത്തിനാണ് അൻക്ക് അല്ലാഹു തആല എന്താക്ക래 പ്രത്യേകമായ തണലിട്ട് കൊടുക്കുക എന്നുള്ളത്. അവശരുടെ ചൂടും കഷ്ടവും വന്നങ്ങ് അനുഭവപ്പെടില്ല. ഇത് അല്ലാഹു തആല അൻക്ക് കൊടുക്കുന്നതായിട്ട് വലിയ പ്രകാശത്തിനാൽ ഉണ്ടാക്കിയ സിംഹാസനം. ഈ സിംഹാസനം കണ്ട് ആരും കൊതിച്ചു പോകുന്നുണ്ട്. അത്ര വലിയ സ്ഥാനം. ഇത് കാക്കേണ്ടതോ പൈസ ചെലവാക്കണ വേണ്ട, പിന്നെ കഷ്ടപ്പെടണോ അധ്വാനിക്കണോ ഒന്നുമില്ല. പിന്നെ നന്റെ പിരിസത്തിലായിട്ട് ഒരുമിച്ച് കൂടിയാണ്. ഇത് നമുക്ക് എന്താ സംഘടന എന്നുള്ളത്. ഞങ്ങൾ പല സംഘടനകളുണ്ട്. ഈ സംഘടനയൊക്കെ മൂല ഉദ്ദേശം ഇതായിട്ട് വേണം. അല്ലാണ്ട് തർക്കിക്കുകയോ ഗലാട്ടാക്കുകയോ പിണക്കുകയോ അല്ലെങ്കിൽ വേറെ ആവശ്യത്തുകോ പേരുകോ വേണ്ടിയാവോ തീരാം. അമ്പിയാക്കളും ശുഹദാക്കളും ഒക്കെ ആഗ്രഹിച്ചു കൊണ്ടേക്കത്തെ ആ പിന്നെ സിംഹാസനായിട്ട് ഖിയാമത്തിൽ നാല് സ്വർഗത്തിൽ ഉന്നത പദവി അങ്കല്ല കൊടുക്കുകയെ എന്തരേക്ക് നന്റെ സ്നേഹത്തിലായിട്ട് പരസ്പരം ഒരുമിച്ച് കൂടിയ എന്നുള്ള വലിയ ഭാഗ്യമായിട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടിട്ട് സ്നേഹവും മഹബത്തും മോമിനിങ്ങളുടെ ഇടയിൽ വേണം. അത് ഉണ്ടാവുകയുള്ള ഒരു കാരണമായിട്ട് തുടക്കത്തെ ഹദീസിൽ ഞങ്ങൾ ചൊന്നത് സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു ഞങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളിൽ കൊടുത്തട്ടെ, സജ്ജനങ്ങളിൽ കൊടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.